ഇത് കർക്കിടക മാസം. നൂറ്റാണ്ടുകളായി പൂർവികർ പിന്തുടർന്നു വന്നിരുന്ന ഒരു ചികിത്സാരീതിയാണ് കർക്കിടക ചികിത്സാരീതി. ഈ കർക്കിടക മാസത്തിൽ വൈശാഖ കുരുക്കളുടെ കളരിയിൽ നിന്നും കർക്കിടക മാസം എന്നത് പൊതുവെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പൂർവികന്മാർ മാറ്റി നിർത്തുന്നൊരു മാസമാണ്. എണ്ണ തേച്ച് കുളി, മറ്റ് മരുന്നുകളുടെ ഉപയോഗം, ഇതൊക്കെ കളരികളിലും അതുപോലെ വീടുകളിലും പണ്ടേ ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത്തരത്തിലുള്ള അസുഖങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് ഒരു പുതുജീവൻ നൽകാൻ കർക്കിടക ചികിത്സയിലൂടെ സാധിക്കുന്നുണ്ട്. അത് കളരി ചികിത്സയായാലും പാരമ്പര്യ വൈദ്യമായാലും ആയുർവേദ ചികിത്സയായാലും ഇന്നത്തെ സമൂഹത്തിൽ അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഇവിടെ കളരിയിൽ ഇപ്പം കർക്കിടക മാസത്തിൻ്റെ ഭാഗമായി കളരി മർമ്മ ചികിത്സയാണ് നടക്കുന്നത്. കളരി മർമ്മ ഒഴിച്ചിലാണ് അതിൻ്റെ പ്രധാന സവിശേഷത. അത് രണ്ട് തരത്തിൽ ഒഴിച്ചൽ ചെയ്യുന്നുണ്ട്. ഒന്ന് സുഖചികിത്സ എന്നുള്ള രീതിയുണ്ട്, അതുപോലെ അസുഖങ്ങൾക്കുള്ള ചികിത്സയും. സുഖചികിത്സ എന്നുള്ളത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ശരീരത്തിന് ഒരു വർഷത്തെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് ഉള്ളിലുണ്ടെങ്കിൽ അത് ഇതിലൂടെ തരണം ചെയ്യാൻ പറ്റും. അസുഖങ്ങളുടെ തീവ്രത നോക്കി അതിന് നാഡീഞരമ്പുകളുടെ വ്യതിയാനം നോക്കി മർമ്മ സ്ഥാനങ്ങൾ നോക്കിയിട്ട് എണ്ണ ഉപയോഗിച്ചിട്ട് ചവിട്ടി ഒഴിച്ചിലും അതുപോലെ കൈ ഒഴിച്ചിലും ചെയ്യുന്ന രീതിയാണ് കളരിയിൽ പൊതുവെ കർക്കിടക മാസം ചെയ്യുന്നത്. വേനലിൽ നിന്നും മഴയിലേക്ക് മാറുന്നതോടെ മനുഷ്യന്റെ ശരീരബലവും പ്രതിരോധശേഷിയുമൊക്കെ കുറയുന്നു. ഇവ വീണ്ടെടുക്കാൻ കർക്കിടക ചികിത്സയ്ക്ക് കഴിയുമെന്നാണ് വിശ്വാസം. മഴക്കാലം പൊതുവെ ഈർപ്പം കൂടുതലുള്ള സമയമായതിനാൽ പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. സുഖചികിത്സയ്ക്കുള്ള മാസം കൂടിയാണ് കർക്കിടക മാസം. അസുഖങ്ങൾ ഒന്നുമില്ലെങ്കിലും ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഒരു ചികിത്സാരീതിയാണ് ഇത്. ഇത്തരത്തിലുള്ള ചികിത്സാരീതികളെ കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് രാമന്തളിയിലെ ദുർഗാ കളരി സംഘത്തിലെ വൈശാഖ കുരുക്കൾ. കളരി മർമ്മ ചികിത്സയിൽ ഏറ്റവും കൂടുതലായി ഒഴിച്ചൽ രീതിയാണ് കാണപ്പെടുന്നത്. ചവിട്ടി ഒഴിച്ചൽ, കൈയൊഴിച്ചൽ എന്നിവയാണ് പ്രധാനപ്പെട്ടത്. കർക്കിടക മാസത്തിലാണ് ഈ ചികിത്സ കൂടുതലായും ഉണ്ടാവുക. പരിശീലന സമ്പ്രദായങ്ങളും ആയോധന മുറകളും കൊണ്ട് വ്യത്യസ്തത വരുത്തുന്ന ഈ കളരിയിൽ നിന്നും ശാരീരികമായും മാനസികമായും ഗുണങ്ങൾ നൽകാനും സാധ്യമാകുന്നു. 2019 മാർച്ച് 26 പ്രശസ്ത കളരി ആചാര്യനായ VP നാരായണ കുരുക്കൾ ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച ഈ സ്ഥാപനം രാമന്തളിയിലെ വൈശാഖ കുരുക്കളുടെ കീഴിൽ ശ്രീ ദുർഗാ കളരി സംഘം എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്നു.